എത്രയും ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠര്, പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, മരണ ദിവസം തീർച്ചയായിട്ടും ദുഃഖത്തിൻ്റെയും വേദനയുടെയും കയ്പിൻ്റെയും ദിവസമാണല്ലോ. തീർച്ചയായിട്ടും കർത്താവിൽ ആരംഭിച്ച് കർത്താവിനോടൊപ്പം ഈ ലോകത്തിൽ യാത്ര ചെയ്ത് കർത്താവിനോടൊപ്പം ആയിരിക്കുന്ന ഈ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്തോത്രം കരയറ്റുന്നു. നമ്മളെല്ലാവരും ഈ ലോകത്ത് ആയിരിക്കുമ്പോൾ വളരെ ക്ഷണികവും വളരെ പരിമിതമായിട്ടുള്ള ജീവിത അവസ്ഥകളാണല്ലോ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇതേപ്രകാരം കർത്താവിൻ്റെ ഇതേപ്രകാരം ഓടി ലക്ഷ്യത്തിലെത്തി എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രസക്തമായിരിക്കുന്ന കാര്യം. മൺപാത്രങ്ങളെ നിക്ഷേപങ്ങളെന്ന പോലെ എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാമാവുന്ന ജീവിതമാണ്. പലപ്പോഴും ലോകത്തിലെ തിരക്കിലും ലോകത്തിൻ്റെ ഒരുപാട് ഉള്ള ഓട്ടങ്ങളുടെ പുറകിലുമൊക്കെ പലപ്പോഴും നമ്മളിത് മറന്നു പോകും. ഒരു നീർക്കമുള പോലെ എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാവുന്നതാണ് നമ്മുടെയൊക്കെയും ജീവിതങ്ങൾ. മറ്റൊന്ന്, ജീവിതം നമ്മളെ പഠിപ്പിക്കുക, നമ്മളാരും ഈ ജീവിതത്തിൻ്റെ ഉടമസ്ഥരല്ല, വെറും കാവൽക്കാരും കാര്യവിചാരകരും മാത്രമാണ്. ദ റിയൽ ഓണർ ഈസ് ഗോഡ് ഓൾമൈറ്റി. ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് നമുക്കാർക്കും തോന്നിയതുപോലെ ജീവിക്കാനുള്ളതല്ല ദൈവം ദാനമായിട്ട് നൽകുന്ന ഈ ജീവിതം. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ അത് റൈറ്റ് ട്രാക്കിൽ ഓടിയെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ജീവൻ്റെ കിരീടം പ്രാപിക്കുന്ന ഭാഗ്യകരമായിരിക്കുന്ന അനുഭവത്തിലേക്ക് നമുക്കെല്ലാവർക്കും പ്രവേശിക്കുവാൻ സാധിക്കത്തു. അതുകൊണ്ട് ഓരോ ഓരോ മരണവും നമുക്ക് ഓരോ ലെസൺ തരികയാണ്. അതിനകത്ത് നമുക്ക് ഓരോ കൺവിക്ഷൻ ലഭിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് കൺഫെഷൻ ഉണ്ടാകുന്നുണ്ട്. അതിലൂടെ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഇറ്റേണിറ്റിയിലുള്ള നമ്മുടെ വിശ്വാസയാത്ര ശക്തമായിട്ട് നമുക്ക് തുടരുവാൻ സാധിക്കുന്നു. ഒരു പൂ പോലെയുള്ളൂ ഈ ജീവിതമെന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ എത്ര പ്രഗത്ഭനും എത്ര പ്രതാപശാലിയായിരുന്നാലും ഈ ജീവിതം നിമിഷ നേരം കൊണ്ട് തീരാവുന്ന ഒരവസ്ഥ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നീതിമാന്റെ മരണം നിദ്ര പോലെയാണെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഉറക്കം, അതിനുശേഷം നിദ്രയ്ക്ക് ശേഷം ഉണരുന്ന അനുഭവമുണ്ട്. ഇത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മൃതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിദ്ര മാത്രമാണ്. ഇതിനുശേഷം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഉയർക്കുന്ന ഒരു ഭാഗ്യകരമായ അനുഭവം. നമ്മൾ സാധാരണ പരേതര് എന്ന് പറയാറുണ്ടല്ലോ. പരമ്പൊരുളായിരിക്കുന്ന ദൈവത്തിൽ ലയിക്കുന്ന ഒരു വലിയ അനുഭവമാണ് ഇത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് വാങ്ങിപ്പോകുക എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫറാണ്. അതായത് ട്രാൻസ്ഫർ ഫോർ ദ ട്രാൻസ്ഫർമേഷൻ. ഈ ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിത അനുഭവങ്ങളിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യം. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കും. ഈ പിതാവിൻ്റെ പ്രാർത്ഥനയും ജീവിതവും ഒന്നിച്ച് പോയിരുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ഇവിടെ പറയുന്ന ഈ അനുഗ്രഹീതമായിട്ടുള്ള വാക്കുകൾ ഒക്കെ. കഴിഞ്ഞ നാളുകളിൽ സഭയ്ക്ക് വേണ്ടിയും ദേശത്തിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിപ്പാനും ഉത്സാഹിപ്പാനും തക്കവണ്ണം ദൈവം സഹായിച്ചു. എന്നാൽ ജീവിതത്തിൽ ഒരു ഭാഗ്യമരണം പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പെട്ടെന്ന് വിളിക്കപ്പെട്ടു. തീർച്ചയായിട്ടും ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ മകൾ ജോയ്സ് റോബിൻ ഫാമിലി സെൻ്റ് ആൻഡ്രൂസ് ഇടവയുടെ ഭാഗമാണ്. ഇവിടെ ആയിരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഈ പ്രിയപ്പെട്ട പിതാവുമായിട്ട് ഇടവയ്ക്കും ഈ ദേശത്തിനുമൊക്കെ ഉള്ളൊരു ബന്ധം വളരെ സന്തോഷകരമായ അനുഭവമാണ്. വേർപാടിൻ്റെ ശൂന്യത തീർച്ചയായിട്ടും നികത്തുവാൻ സാധിക്കുന്ന ഒന്നല്ല. അത് ദൈവത്താൽ മാത്രം സാധിക്കുന്ന ഒന്നാണ്. ദൈവത്താൽ മാത്രം സമാധാനം പ്രാപിക്കേണ്ട ഒരു കാര്യമാണ്. മാനുഷ്യമായ വാക്കുകളിലൊന്നും ഒരു പരിഹാരമോ ഒരാശ്വാസമോ പറയുവാൻ സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപയാൽ ലോകത്തിൻ്റെ സമാധാനമല്ല, ദൈവം തരുന്ന സമാധാനത്താൽ ഈ പ്രിയപ്പെട്ട മക്കളെ ദൈവം കൂടുതൽ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മുമ്പോട്ടുള്ള അവരുടെ യാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ ആശ്വാസവും നന്മയും പകരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ സെൻ്റ് ആൻഡ്രൂസ് ഇടവയുടെ പേരിലുള്ള പ്രത്യേകമായിട്ടുള്ള അനുശോചനവും ആശ്വാസവും ഈ പ്രിയപ്പെട്ട ഭവനത്തെ ദുഃഖാർത്തരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ ആശ്വാസത്താലും സമാധാനത്താലും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠരെ, ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സഭാജനങ്ങളെ, സ്നേഹിതരെ, മരണം
അത് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഘടകമാണ് ജീവിതത്തിൽ. മരണത്തെപ്പറ്റി നമ്മൾ കൂടുതൽ അറിയുമ്പോൾ, ഞാനൊരു ബുക്കിൽ വായിച്ചത്, മരിക്കുന്നതിന് മുൻപ് സ്വബോധത്തോടെയാണെങ്കിൽ ആ 5 മിനിറ്റ്സിനുള്ളിൽ ജീവിതത്തിലെ കടന്നുപോയ എല്ലാ ഈവൻസും ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ദൈവത്തോട് നിരക്കാൻ പറ്റും, നമ്മുടെ ദൈവമായിട്ട് രമ്യപ്പെടാൻ പറ്റും. അതിന് സുബോധം വേണം. ആക്സിഡൻറ്റിലൊക്കെ മരിക്കുമ്പോൾ അതിനാണ് പറയുന്നത് എപ്പോഴും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക എന്ന് പറയുന്നത്. ഈ തങ്കച്ചനും ഞാനും ഞങ്ങൾ ഒരുമിച്ച് 1976 മർത്തമ കോൺഗ്രേഷൻ ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിൽ ഒന്നിച്ച് ഞങ്ങൾ ആരാധിച്ചതാണ്. 490 കുടുംബങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വളരെ തീക്ഷ്ണതയോടുകൂടി സഭാകാര്യങ്ങളിലൊക്കെയും പങ്കെടുത്തൊരു വ്യക്തിയാണ്. വളരെ സ്നേഹനിധിയായ ഒരു പിതാവ്, ഒരു സ്നേഹിതൻ. ഹി വാസ് സോ ഹാൻസം. അവരുടെ പടങ്ങളൊക്കെ കണ്ടാൽ അറിയാം, വളരെ വളരെ ഹാൻസം ആയിരുന്നു. ഈ നമ്മളെ ഈ ക്രൈസിസ് കൗൺസിലിങ്ങിലൊക്കെ ഒരു ഫാമിലിയെ എടുക്കും ബൈബിളിൽ നിന്നും. അത് ജോബിൻ്റെ കുടുംബമാണ്. കർത്താവ് തന്നെ സർട്ടിഫൈ ചെയ്ത ഒരു മനുഷ്യൻ. എന്ത് സംഭവിച്ചു ജോബിന്? ഇതെല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. എന്നാൽ അവസാനത്തോളം ഉറച്ചു നിൽക്കുന്ന മനുഷ്യൻ മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയാൻ തക്കവണ്ണം നമ്മളെ തന്നെ ക്രമീകരിക്കുക. ഒരു സമകാലിക എഴുത്തുകാരനെ, വിനയൻ എന്ന് പറയുന്ന ആളിൻ്റെ നോവലിലെ ഒറ്റ വരി ഞാൻ പറയുകയാണ്: അലിയുന്ന മൺകട്ടകൾക്ക് വിളവെടുപ്പിൽ ആഹ്ലാദിക്കാൻ കഴിയുകയുള്ളൂ. അലിയുന്ന മൺകട്ടകൾക്ക് വിളവെടുപ്പിൽ ആഹ്ലാദിക്കാൻ കഴിയുകയുള്ളൂ. സെൻറ് തോമസ് മർത്തോമ ചർച്ചിൻ്റെ വികാരി ജേസൺ തോമസ് അച്ഛൻ്റെ പേരിൽ, വൈസ് പ്രസിഡന്റ് എന്നുള്ള എൻ്റെ സ്വന്തം പേരിലും സഭാജനങ്ങളുടെ പേരിലുള്ള അനുശോചന സമയത്ത് അറിയിക്കുന്നു. കുടുംബാംഗങ്ങളെ ദൈവം സ്വാതന്ത്ര്യപ്പെടുത്തട്ടെ. താങ്ക് യു. ഇപ്പോൾ സജി മാത്യു അനുശോചനം. ശ്രേഷ്ഠ വൈദികരെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ എന്നും പ്രതിധ്വനിക്കുന്നതിൻ്റെ ഓർമ്മയിൽ എന്ന് കവി പാടിയിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ മരണം എന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിത്യതയിൽ കാണാം എന്നുള്ളതായ പ്രത്യാശയാണ്. ഇതുപോലെയുള്ളതായ സന്ദർഭങ്ങളിൽ വേണ്ടതായ ധൈര്യം പകർന്ന് നൽകുന്നത് ആ നിത്യതയിൽ കാണാമെന്നുള്ള പ്രത്യാശയാൽ തങ്കച്ചാൻ്റെ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ സർവശക്തനായ ദൈവം തമ്പുരാൻ നിറയ്ക്കട്ടെ എന്നീ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്കച്ചായൻ ദൈവം തന്നെ ഏൽപ്പിച്ച എല്ലാ ചുമതലകളും നിർവഹിച്ച് സുസ്മേരവതനായി കിടക്കുകയാണ്. തങ്കച്ചാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നേരത്തെ പലരോട് സൂചിപ്പിച്ചതുപോലെ വളരെയധികം ത്യാഗം സഹിച്ച് ബന്ധുമിത്രാദികളെയൊക്കെ അമേരിക്കയിൽ എത്തിക്കുവാൻ അദ്ദേഹം തയ്യാറായി. മറ്റുള്ളവർക്ക് സഹായത്തിനായി എന്ത് ത്യാഗവും സഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മറ്റുള്ളവർക്കൊരു ജോലി കണ്ടുപിടിക്കുവാൻ എന്ത് ത്യാഗവും സഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. 80കളിൽ ഞാൻ ഓർക്കുന്നു, പോസ്റ്റ് ഓഫീസിൽ ടെസ്റ്റ് എഴുതുവാൻ വേണ്ടി അദ്ദേഹം പലരെയും ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ ജോലി കിട്ടിയ ഒരാൾ എന്നോട് പറയുണ്ടായി, തങ്കച്ചാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് എനിക്ക് പോസ്റ്റ് ഓഫീസിൽ ജോലി ലഭിച്ചത്. അങ്ങനെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി, മറ്റുള്ളവരുടെ സഹായിക്കുവാൻ വളരെയധികം ത്യാഗം സഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട തങ്കച്ചാൻ. അദ്ദേഹം എൻ്റെ വിവാഹ ചടങ്ങുകളിലൊക്കെ സംബന്ധിക്കുകയുണ്ടായി. അദ്ദേഹവുമായുള്ള വ്യക്തിബന്ധങ്ങൾ, സ്നേഹ സൗഹാർദ്ദങ്ങൾ ഒക്കെ എപ്പോഴും നല്ല ഓർമ്മകളായി നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദീർഘമായി ഒന്നും തന്നെ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട തങ്കച്ചായൻ്റെ അനുശോചനത്തിൽ, ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട്
എൻ്റെ വ്യക്തിപരമായ പേരിലും കുടുംബത്തിൻ്റെ പേരിലുള്ള അനുശോചനം ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. തുറന്നുള്ളതായ എല്ലാ ചടങ്ങുകളിലും സർവശക്തനായ ദൈവം തമ്പുരാന്റെ ധാരാളമായ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട തങ്കച്ചായൻ്റെ പാവനവും പവിത്രവുമായ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ട് പാടും. അനുശോചനം അറിയിക്കുവാനായി ബഹുമാനനായ റവറൻ ബാബു കെ തോമസ് അച്ഛനെ ക്ഷണിക്കുന്നു. വൈദികരെ,
കുടുംബാംഗങ്ങളെ, മക്കളെ, കൊച്ചുമക്കളെ, ഈ വലിയ ഒരു സന്ദർഭത്തിൽ, അതായത് നമ്മൾ ഒരു യാത്രയായപ്പാണിത്. The funeral is the biggest farewell meeting. It is more than any gathering. When we are born, not all of us gather. When you are baptized, not all the people gather. When we have a wedding, not all are invited. But when we are passing, everybody gather together, bid farewell. That's the most blessed occasion in a person's life who is a believer in Christ. St. Paul says, you comfort each other when you have an occasion of sorrow in your life. This is the basic and fundamental aspect of Christian fellowship. The church survived on this concept. St. Paul says, you console each other when you are in sorrow. I know T.S. Yohanan for a long time. When I was here, I came from India 83 last. And T.S. Yohanan was here before me. He came 1975. For many occasions, we have many close meetings and prayer meetings together. And he was a member of this church. We had many occasions to gather together. Every person in this world had to undergo sometimes blessings, sometimes suffering. Sometimes we are sick. This is a fact of life in our life, in our everybody's life. Christian life is not only a life in prosperity, but a life in scarcity and sickness. Today we believe, everybody listen to the speeches of prosperity. There are a lot of mega churches in this country. Many of them preach about the theology of prosperity, not the theology of suffering, not theology of sickness. So we can be sick tomorrow, even though we are prospering today. So what if we suffer tomorrow? What if we are sick tomorrow? How do we take that sickness in our life? When you are sickness, you feel
the touch of our Lord Jesus Christ in our life. That make you strong, that make you powerful to face the difficult situation in your life. T.S. Yohanan was sick for a long time. Even though he was sick, he was very strong because of the faith in the Lord Jesus Christ. That made him survive for a long time. The strength he was given by the Lord made him survive all these years, even though he was sick. So, our life in Jesus means life also in suffering. Our suffering is more than what Jesus suffered. Our suffering is more than other people's suffering. So when we compare to other people's suffering, our suffering is very, very less. So Jesus suffered the most suffering in the world. He suffered up to the death on the cross. That is the most suffering in this world Jesus suffered. We never suffered that much. But we have suffering, we are sick. But all these situations, we have to have strong faith in the Lord. T.S. Yohanan was a very faithful servant of God. He was involved in in building the parishes, organizing it. So, the first generation in this country who came 1970s, they all like old now. Now we have second generation in our churches. The most important part that we have to think about them, even though they are passing, we have to keep up their faith. That's the very most important task we have in front of us. We may see tomorrow and day after tomorrow the generation passing. But what next? Next 25 years in our life. We have to keep their faith. We have to keep their legacy in our life. Whatever they started, we have to finish. We have to proceed to the next generation. That is what we have to do. We have to pray for them when they pass. We have to remember them when they pass. And we have to remember what they did for us. And keep up that legacy and continue it to the next generation. That is what we need to do. So, we all sad today because he is passing from us. He is going to a different world. But he is not be gone. He is going to be there with us. He is going to pray for us. He is going to wait for us. When he go there, he will receive us. So this is what we believe. This is what we live every day. So whenever passing, whenever people, when they are departing, we have to bid them farewell, and we have to remember them, what they did for us. And we continue to do what they have done for us and for society and for the whole church. We continue this legacy. So we have to pray for them. We have to love them what they did for us. And keep their fellowship and love with us every day. Even though they are worldly away from us, they are spiritually with us in our life every day. And that is what we have to think about them. So may God bless. On behalf of the St. Stephen's Malangara Orthodox Midland Park, I extend my heartfelt condolences to
T.S. Yohanan, and the family, all relatives gathered here and abroad. May God bless you and keep you. May God bless you, give you all the comfort and peace. Thank you so much. Give me a question. Thank you so much. God bless you. സെൻറ്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവകയെ പ്രതിനിധിച്ചുകൊണ്ട് ഇടവകയുടെ സെക്രട്ടറി ജോർജ് തോമസ് ഇപ്പോൾ അനുശോചനം അറിയിക്കും. Secretary George Thomas will come forward. For this we say unto you by the word of the Lord, that we which are alive and remain unto the coming of the Lord shall not prevent them which are asleep. 1 Thessalonians 4:15. We have gathered here today not to mourn T.S. Yohanan uncle. We have gathered here today to celebrate his life. He has completed his duties here in this world and has transitioned to his final resting place, up above with the angels. We are here for 3 reasons. 1, to pay our respects to Uncle, who is a friend, who is a parishioner, who is a father, who is a father-in-law, and a grandfather and a husband. We are here to acknowledge his family. We are here to share the grief of the children and the family members, and we do share your grief. Ginny and Joyce, you are part of this church. You are active members of the church. And the legacy that your father has left behind is what you carry on. And we see it in you and your children. We are here, finally, to reflect on what is awaiting us, you and me. A day will come. Each day, we are getting closer to the transition day. We are here to seek and receive comfort from one another. We are here to remind ourselves that our worldly travels will come to an end one day. We are here to be reminded that as each day passes, each one of us are one day closer to a transition to that beautiful place. We are not too proud to acknowledge that we have come here today, trusting that God would minister to our hearts and give us strength as we continue our walk with him. Jins and Joyce and the family members, Uncle has reached the ultimate destination of the universe. We say that he has departed, but God says that he has arrived. God never sees his children die. He simply sees them coming home. Trust in the Lord with all thine heart, and lean not unto thine own understanding. Proverbs 3:5. On behalf of the members of St. Peter's Marthoma Church, and on my own behalf, it is my solemn duty to convey our heartfelt condolences to both of you and all the family members. We acknowledge the contributions Uncle has made to this parish. I know that he was a trustee, he was an accountant. I always thought he was a party man. When I came to this country, there was one place I used to hang around, that was ShopRite. And I used to see Uncle keep taking loads of soda
And I thought he was having a party. And I see this often, and then later I realize he buys this soda to take us to his store. We pray that you take strength knowing that uncle is in a better place, and prepare yourselves to walk in his footsteps. God bless. വ്യൂവിങ്ങിനുള്ള സമയം തീരുകയാണല്ലോ. ഈ കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രിയ ബന്ധുമിത്രാദികൾ അല്പസമയം അവർ കൂടെ നൽകുകയാണ്. We will start with Mathai Varghese, and thereafter one of the sisters will give us some words. Mathai Varghese. ബഹുമാനപ്പെട്ട ശ്രേഷ്ഠ വൈദ്യരെ, സഹോദരി സഹോദരങ്ങളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ തങ്കച്ചാനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി എനിക്ക് പറയാനുണ്ട്. 1971 ജൂൺ 71 ഡിസംബർ 3 അദ്ദേഹം അമേരിക്കയിലെത്തിയ ആളാണ്. അന്ന് എന്നോട് പ്രോമിസ് പറഞ്ഞു, നിന്നെ ആദ്യം ഞാൻ കൊണ്ടുപോകും. ആദ്യം അദ്ദേഹം അത് ചെയ്തു. അന്ന് തൊട്ട് തന്നെ ഒത്തിരി പുള്ളിയുടെ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി നീക്കി വെച്ച് വേണം. അതുപോലെ ഇതുപോലെ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടു കാണത്തില്ല. അങ്ങനത്തെ ഒരാളാണ്. എൻ്റെ മാവിടമാനെന്ന് പറഞ്ഞല്ലോ, ഇദ്ദേഹം ഞങ്ങൾ വളരെ സ്നേഹമായിട്ട് ഈ മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് തന്നെ ഞാൻ അച്ഛനെ വിളിച്ചു സംസാരിക്കും. എപ്പം വിളിച്ചാലും എല്ലാവരുടെയും കാര്യങ്ങൾ ചോദിക്കാനോട്. പണ്ടൊരു ഇത് പറയുന്നുണ്ട്, ഹാർട്ട് ഈസ് ഫുൾ, വേഡ്സ് ആർ ഫ്യൂ. അതുകൊണ്ട് എൻ്റെ കുടുംബം കാലായ കുടുംബമാണ്. എൻ്റെയും കാലായ കുടുംബത്തിൻ്റെയും നാമത്തിൽ ഡീപ്പ് കണ്ടോളൻസ് അറിയിക്കുന്നു. സർവ്വബുദ്ധിയെയും കഴിയുന്ന ദൈവസമാധാനം ഈ കുടുംബത്തിനും പ്രത്യേകിച്ച് ജോയ്സിനും ജനിക്കും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് താങ്ക് യു. സഹോദരിമാരെ പ്രതിനിധിച്ച് ഒരാൾ. They are representing the nieces and nephews of the family. Respectations and family members. Our uncle have fought the good fight. I have finished the fight. Race, I have kept the faith. I'm Suja, one of uncle's many nieces. My mom was the older sister of uncle. Although she passed on, I know he is with her now in the eternal life. My fine memories are when I was the eldest granddaughter in the family. So whenever Uncle and Auntie was coming to visit us, it was a joyous occasion for all the family members. Uncle is the reason we all are where we are today. He was a genuinely loving, caring, and selfless person. My mom always told us about Uncle, how he would sacrifice his life for all of his family members. We all are very grateful to you, Uncle. We all know you're with God and also with Auntie, Appachi and Ammachi, my parents. Uncle, we all are going to miss you greatly, and we all love you. Your memories lives forever in our hearts. Ginny Joyce. We understand the pain you are going through. We all are here for you and your family. We all are here, all of your needs. Keep you all in our prayers. And Heavenly Father, we believe you that give you peace and comfort. And Uncle, we'll see you in that beautiful shore again.
My name is Sherry, and my dad is the youngest brother of T.S. Yohanan, who I called Valley Daddy. My brother Stanley and I lived in New Jersey, and so we had a really special connection and a relationship with Valley Daddy. We had so many good memories with him because we used to almost see him every other day. He either came to our house or we went to his house, and so we have a lot of good memories. He was really like our Apachin. He loved us so much, and he spoiled us with candy and everything like that. And I really remember how he would pull me and Stanley on his lap. He would give us a big but then he would also pinch our cheeks so hard until it hurt. What I remember most about him is his love for kids. I grew up in this church for the first 12 years, and I remember all the kids called him Candy Apachin because he would bring candy for all the kids after service. And it would be this little Swedish fish candy, and he would give me and Stanley a little extra. And then when all our cousins from Chicago came here to visit, he would take us all to the convenience store and let us take whatever candy and all the goodies that we wanted. And then sometimes he would pinch us and bother us too on purpose, but we knew that it was all from love. Other memories I have of Valley Daddy is when me and Stanley would come to their house to play with Jenny Chechi and Joy Chechi. We would be so happy to play with them. But then he would also check our teeth to make sure there was no loose teeth. And if there was, he pulled them all out. And we would be really upset. He also taught us our multiplication tables all the way up to 15 times 15, way before we learned it in school. And so through this, Valley Daddy taught us the importance of education, and he always told us to strive for our best. He always encouraged the entire family. And this is not just for me and Stanley, this is for the whole family. He sacrificed so much as he brought all the brothers and sisters to America, including my dad. And I remember my dad telling me he came here only when he was 19 years old. So he lived with Valley Daddy and Valley Mummy, and they took care of him until he married my mom. So Valley Daddy really taught us the value of family, and he taught us to love like Christ loves us. If I could say anything to Valley Daddy right now, I would thank him for all that he did for us. He didn't just impact his generation, but all of our generations thereafter. So there are just no words to describe our gratitude towards him. His kindness and love towards other people taught us one big lesson. It is better to give than to receive. Valley Daddy, we appreciate all that you did for us, and we will never forget it. You aren't here with us right now, but we know where you are. We know exactly where you are. And we're happy that you're at peace now. I ask everyone to pray for all the family and friends that are grieving, and especially pray for Jenny Chechi and Joy Chechi during this hard time. Thank you. Thank you. Now, Matthew T. Scria. ശേഷം പ്രിയ ജിനിമോൾ ജോയ്സ് മോൾ, എല്ലാ പ്രിയപ്പെട്ടവരുമേ, തങ്കച്ചായൻ ഒരു സാധാരണ മനുഷ്യൻ്റെ 7 മക്കളിൽ ഏറ്റവും മൂത്ത മകനായിരുന്നു. അതിൽ 6 മക്കൾ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ, അതായത് ഞാൻ ജനിക്കുന്നതിന് മുൻപ്, ഒരു കുടുംബത്തിൻ്റെ ഭാരം സ്വയമേ ഏറ്റെടുത്ത് ജോലിക്കായി പുറപ്പെട്ടു. 7 പേരിൽ ഏറ്റവും ബ്രൈറ്റ്, ഹൈസ്കൂൾ കഴിഞ്ഞ് കോളേജിൽ പോകണം എന്ന് വളരെ ആഗ്രഹിച്ച്, എന്നാൽ ദൈവം എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കുടുംബത്തെ പുലർത്തുക, അതിനായിട്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ സ്വയം ബലി കഴിച്ച് ഇന്ത്യൻ മിലിറ്ററിയിൽ ഒരു ജോലി തേടി പോവുകയും അത് നേടിയെടുക്കുകയും ചെയ്തു. അതിനുശേഷം
തങ്കച്ചായൻ അമേരിക്കയിലേക്ക് കടന്നു വന്നു. ഞാൻ അധികം ഡീറ്റെയിൽഡായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം തങ്കച്ചാനെ പറ്റി പറഞ്ഞാൽ ഇന്ന് രാവ് മുഴുവൻ പറഞ്ഞാൽ തീരുകയില്ല. അമാനുഷികനായ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ എല്ലാ മനുഷ്യരെയും പോലെ അദ്ദേഹത്തിനും പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള സൈഡുകളുണ്ട്. ഇത്രയും നേരം മിക്കവാറും എല്ലാവരും അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് സൈഡാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ ഒന്ന് രണ്ട് നെഗറ്റീവ് സൈഡ് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഞങ്ങൾ അച്ഛൻ ഒഴിച്ച് ബാക്കി 6 പേരും ഏതൊരു കാര്യം ചോദിച്ചാലും ഒരിക്കലും നോ പറയത്തില്ല. ബട്ട് ദർ ഇസ് എ കണ്ടീഷൻ. നീ പഠിച്ചാൽ മതി, ജോലിക്ക് പോകണ്ട. വളരെയധികം നിർബന്ധിച്ചു. പക്ഷേ ഞാൻ അന്നൊരു എങ്ങനെയെങ്കിലും ഒരു ടെസ്റ്റ് എഴുതി ജോലിക്ക് കയറണം എന്നുള്ളൊരു ബുദ്ധിയിൽ അങ്ങനെ പല ടെസ്റ്റുകൾ എഴുതി അവസാനം ഒരു ജോലി കണ്ടെത്തി, ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനെ എൻ്റെ ജീവിതം മുൻപോട്ട് പോയി. ഞാൻ വിവാഹിതനായി, കുട്ടികളായി. ആ നിമിഷം വരെയും അദ്ദേഹം അല്ലെങ്കിൽ അച്ചായൻ്റെ മക്കളെ കരുതുന്നത് പോലെ അല്ലെങ്കിൽ അപ്പുറമായിട്ട് എൻ്റെ മക്കൾ അച്ചായൻ്റെ മക്കളെക്കാൾ ഒരു പടി മുകളിൽ വരണം എന്നുള്ള ആഗ്രഹത്തിൽ, അത് സ്വന്തം കുഞ്ഞുങ്ങളെ പറ്റിയല്ല, സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങളെ അല്ല, അറിയാവുന്ന ഏവരും തങ്കച്ചായനേക്കാൾ വലിയവരാകണം. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാം എൻ്റെ ഫാദറിന് 7 ബ്രദേഴ്സുണ്ട്. ആ 7 കുടുംബങ്ങളെയും അതുപോലെ തന്നെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ അതാണ് പറഞ്ഞത്, അസാധാരണമായ ഒരു മനുഷ്യത്വം ഉള്ള ഒരു വ്യക്തിയായിരുന്നു തങ്കച്ചായൻ. ഏത് രീതിയിൽ പറഞ്ഞാലും പലരും സഭയുടെ പ്രവർത്തനത്തെ പറ്റി പറഞ്ഞു, പേഴ്സണൽ ലൈഫിനെ പറ്റി പറഞ്ഞു. എന്നാൽ ഞങ്ങളുടെ വീടുകളിൽ അച്ചായനെ കമ്പയർ ചെയ്യാൻ ഒരു മനുഷ്യനും ഇതുവരെ ജനിച്ചിട്ടില്ല, ഇനിയും ഒട്ടും ജനിക്കാൻ പോകുന്നുമില്ല. ഞങ്ങളുടെ എൻ്റെ രണ്ടാമത്തെ ബ്രദറാണ് അച്ഛനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ അച്ഛനും തങ്കച്ചായനും തമ്മിൽ ഫാർ ഡിഫറൻസ്. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ ത്രാസിന്റെ ഇത് മുന്നിൽ നിൽക്കുന്നത് തങ്കച്ചായനായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ തുറന്നുള്ള പറച്ചിൽ കാരണം പൊതുജനത്തിന് അത് മനസ്സിലാകാൻ വളരെ പ്രയാസമുണ്ടാകും. പക്ഷേ അടുത്തറിഞ്ഞിട്ടുള്ള ഏവർക്കും അറിയാം. ജേക്കബ് ചാക്കോ അങ്കിൾ പറഞ്ഞതുപോലെ അടുത്തറിഞ്ഞവർ വളരെ അടുത്തനുഭവിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളവർ വളരെ ചുരുക്കമായിരിക്കാം. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രത്യേക രീതികൾ കൊണ്ടോ അല്ലെങ്കിൽ ആ ധൈര്യത്തിന്റെ കഴിവുകൊണ്ടോ ആകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് എന്ത് പറയണം എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വന്നപ്പോൾ ന്യൂജേഴ്സിയിൽ ഇന്ന് രാവിലെ അച്ഛനോട് പറയണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു എനിക്ക് അതിനുള്ള കഴിവില്ല. പിന്നെ എന്നോട് പറയാൻ പറഞ്ഞു. ഞാനും പറഞ്ഞു എനിക്കും സാധ്യമല്ല. ഇങ്ങനെ പറയുവാൻ എനിക്ക് ധൈര്യം തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ നന്മകളും ആദ്യത്തെ പ്രാർത്ഥനയിൽ മോൻസി അച്ഛൻ ആദ്യത്തെ വാചകം പറഞ്ഞതുപോലെ കർത്തവ്യങ്ങളെല്ലാം പൂർണ്ണമായി നിവർത്തിച്ചൊരു മനുഷ്യൻ. അവസാന ദിവസങ്ങളിൽ അല്പം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ദിവസങ്ങളല്ല, കുറച്ച് വർഷങ്ങൾ. എന്നാൽ അതിനെ സധൈര്യം നേരിട്ടു. ദൈവം ഫലമേൽപ്പിച്ചതായ കർത്തവ്യം 100-ൽ 110% പൂർത്തീകരിച്ച ഒരു മനുഷ്യനാണ് പ്രിയ തങ്കച്ചായൻ. മക്കളെ ആഗ്രഹിച്ച നിലയിലെത്തിച്ചു. സഹോദരങ്ങളെ എല്ലാവരെയും ആഗ്രഹിച്ചതിനപ്പുറമായ നിലയിലെത്തിച്ചു. കഠിനമായ പ്രയത്നം, ഡേ 1 മുതൽ കഠിനമായ പ്രയത്നം ചെയ്തു ഞങ്ങളെയും ആ രീതിയിൽ പഠിപ്പിച്ച് കർത്തവ്യം 100% നിവർത്തിച്ച ഒരു മനുഷ്യൻ. തങ്കച്ചായൻ നാട്ടിൽ ഞാനാണ് 2 പ്രാവശ്യവും ചികിത്സയ്ക്കായിട്ട് നാട്ടിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് നാട്ടിൽ കൊണ്ടാക്കി. മിക്കവാറും എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ മിക്കവാറും ആദ്യ സമയങ്ങളിലൊക്കെ അവർ അതറിൻ്റെ ഞാൻ വിളിക്കും. മറ്റുള്ളവർ പറഞ്ഞതുപോലെ ആദ്യം ചോദിക്കുന്നത് ലിസി എന്തിയെ,
കുഞ്ഞുങ്ങൾ എന്താ പറയുന്നു, അവരുടെ പഠിത്തം എന്തായി, അച്ഛൻ്റെ അസുഖത്തെ പറ്റിയോ ഭാരത്തെ പറ്റിയോ എന്നോട് ഞാൻ ചോദിച്ചാലേ പറയത്തുള്ളൂ. ആദ്യത്തെ ചോദ്യങ്ങൾ ഇതാണ്: ലിസി എന്തി, കുഞ്ഞുങ്ങൾ എന്തി, എന്തോ ആയി. ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം നാട്ടിൽ പോയി അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് അല്പം പ്രയാസം തോന്നിയിരുന്നു. ഞാൻ മാനുഷികമായി, പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ജീവിത രീതിയിൽ എന്ത് ചെയ്യണം, ഞാൻ ലിസിയും കൂടെ പല ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ, എന്നാൽ നമ്മളെ കൊണ്ട് എന്തും ചെയ്യാം. എൻ്റെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം ചെയ്തിരുന്നു. എന്നാൽ അത് മതിയായിരുന്നോ എന്ന് എനിക്ക് ഇന്ന് സന്ദേഹമുണ്ട്. അതിനപ്പുറം ചെയ്യാമായിരുന്നു എന്നൊരു തോന്നൽ അതിനുശേഷം അതെന്നെ ചെറുതായിട്ട് ബോധർ ചെയ്യുന്നു. എന്നാൽ അച്ചായൻ്റെ പ്രവൃത്തികളുടെ ഫലമായിരിക്കാം മരണമറിഞ്ഞ് 7-ാം ദിവസം ഞങ്ങൾക്ക് ഒരു പ്രയാസവും കൂടാതെ ബോഡി ഇവിടെ കൊണ്ടുവരാൻ തക്കവണ്ണം ഏത് ഡോറിൽ മുട്ടിയോ ആ ഡോറുകളൊക്കെ വളരെ ഈസി ആയിട്ട് തുറക്കപ്പെട്ട ഒരനുഭവമാണ് ഉണ്ടായത്. സാധാരണ നാട്ടിലെ രീതിയിൽ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ 3 ദിവസം വേണം. നെക്സ്റ്റ് ഡേ ഡെത്ത് സർട്ടിഫിക്കറ്റ് വാസ് അവൈലബിൾ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് മദ്രാസ് എംബസിയിൽ കോൺസുലേറ്റിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ ചോദിച്ച ചോദ്യം, വെൻ യു വോണ്ട് ടേക്ക് ദ ബോഡി ടു US. നമ്മൾ കൊടുത്ത ഡേറ്റിൽ അവരുടെ ബോഡി കൊണ്ടുപോകാനുള്ള ക്രമീകരണം ചെയ്തു തന്നു. അടുത്ത സ്റ്റെപ്പ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം, മറ്റ് സഹോദരങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, അച്ഛനെ കൂടെ കൊണ്ടുവരണം. അപ്പോൾ അച്ഛൻ്റെ വിസയുടെ പ്രശ്നം വന്നു. ഞാൻ അപ്പോഴും ഈ സെയിം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടു. ഞാൻ ഒരു ഇമെയിൽ അയച്ചു. അച്ഛന് നെക്സ്റ്റ് ഡേ 3 കോളാണ്, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട്. 2-ാം ദിവസം വിസ റെഡി. അന്ന് തന്നെ ടിക്കറ്റ്, ഇന്നിപ്പോൾ നമുക്കറിയാമല്ലോ സമ്മർ ടൈം ആയതുകൊണ്ട് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് ഇല്ല. ഒടുവിൽ ഒരു ടിക്കറ്റ് ഒപ്പിച്ച്. അപ്പം കൊച്ചമ്മയ്ക്കും വിസ കിട്ടിയിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞു അവരെ വിളിച്ച് പറയുന്നു ഒരു ക്യാൻസലേഷൻ ഉണ്ട്. അങ്ങനെ കൊച്ചമ്മയ്ക്കും ടിക്കറ്റ്. പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മുട്ടിയ വാതിലുകൾ മുട്ടുന്നതിന് മുൻപ് തുറക്കപ്പെടുന്നൊരു ദൈവം ഞങ്ങൾ കൂടി പ്രവർത്തിച്ചു. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം, ആഗ്രഹങ്ങളെ സഫലമാക്കുന്നൊരു ദൈവം, ജീവിതത്തിന്റെ നിർമ്മലത കൊണ്ടാകാം, മറ്റുള്ളവരോടുള്ള കരുതൽ കൊണ്ടുണ്ടാകാം, ഞങ്ങൾ നനച്ചതിനും അപ്പുറമായി ദൈവകൃപ അനുഭവിപ്പാൻ ഇതിലൂടെ സാധിച്ചു. വാക്കുകൾ ഞാൻ നീട്ടുന്നില്ല, സമയം വൈകുന്നു. ഒറ്റയൊരു ആവശ്യം മാത്രം ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നു. നാളെ നടക്കാനുള്ള സർവീസും തുടർന്നുള്ള ജിനിയുടെയും ജോയ്സിന്റെ അവരുടെ കുടുംബജീവിതവും ഏറ്റവും അധികം അനുഗ്രഹകരമായിരിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനൊരു വാക്കുകൾ അവസാനമായി ജോസ് വർഗീസ് അനുശോചനം പറയും. പ്രിയപ്പെട്ട അച്ഛന്മാരെ, നമുക്കേവർക്കും പ്രിയപ്പെട്ട ഞങ്ങളുടെ അടിയൻ തങ്കച്ചായൻ്റെ ധന്യമായ ജീവിതത്തിൻ്റെ അവസാന ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ വന്ന ഏവരുമേ സമയം ദൈർഘിച്ചിരിക്കുന്നു. തങ്കച്ചായനെ കുറിച്ച് പറഞ്ഞ, ഇവിടെ ധാരാളം ആളുകൾ പറഞ്ഞ നല്ല കാര്യങ്ങളെ ഞാൻ അടിവരയിട്ട് പറയുന്നു. അച്ഛൻ്റെ ഇളയ അളിയനാണ് ഞാൻ. ദാനിയേൽ പ്രവചനത്തിൻ്റെ അവസാനം പറഞ്ഞ പോലെ, നീയോ പോയി വിശ്രമിക്കുക, കാലാവസാനം വരെ വിശ്രമിക്കുക, നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. കഴിഞ്ഞ ബുധനാഴ്ച തങ്കച്ചായനോട് ഇത് ദൈവം പറഞ്ഞു, നീയോ തങ്കച്ച പോയി വിശ്രമിക്കുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. ആ ഒരു വലിയ പ്രത്യാശയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നാൽ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് തോന്നുന്നു കുടുംബത്തിലെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, ഈ സ്നേഹത്തിൻ്റെ മുൻപിൽ, വാരിക്കോരി നൽകിയ ഈ സ്നേഹത്തിൻ്റെ മുൻപിൽ തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത സ്നേഹത്തിൻ്റെ ഒരു കടഭാരവുമായി, ഒരു കടപ്പാടിൻ്റെ വേദനയുമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിന് കാരണം കുട്ടിക്കൃഷ്ണമാരാര് ഭാരത പര്യടനത്തിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഭാരത കഥയെ ആശ്രയിച്ചാണ്, ഒരു മനുഷ്യൻ ജീവിതത്തിലെ സർവ്വ അഭിമാനമായി ഏതിനെ കരുതുന്നോ
അത് തൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടാതെ പോകും. എന്നിട്ട് പുരുഷന്മാരെ വിശേഷിക്കുന്നുണ്ട്, മക്കളെ അധികം സ്നേഹിക്കുന്ന ഒരു പിതാവിനെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ ഘട്ടത്തിലെ, അത്യാവശ്യ ഘട്ടത്തിൽ, ദിശാസന്ധി ഘട്ടത്തിൽ മക്കൾ പ്രയോജനപ്പെടാതെ പോകും. ആയുധ ബലത്തിൽ, കായിക ബലത്തിൽ ഒരുപാട് പ്രശംസിക്കുന്ന ഒരാളിനെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അത് പ്രയോജനപ്പെടാതെ പോകും. തങ്കച്ചാൻ ഒരുപാട് പേരെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്തെങ്കിലും സഹോദരങ്ങളെ സംരക്ഷിച്ചു, ഫാമിലിയെ സംരക്ഷിച്ചു, നാട്ടുകാരെ സംരക്ഷിച്ചു. സ്വന്തം ജീവിതത്തിൻ്റെ ദിശാസന്ധി ഘട്ടത്തിൽ ഞങ്ങൾക്കൊക്കെ എത്രമാത്രം അദ്ദേഹത്തെ സഹായിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർത്താൽ തീരാത്ത ഒരു നീറുന്ന കുറ്റബോധമായിട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ട്. തമിഴിലെ ഒരു കവിയുണ്ട്, കണ്ണദാസൻ. കണ്ണദാസൻ്റെ ഒരു കവിത ഇങ്ങനെയുണ്ട്: വീട് വരെ ഉറവ്, വീതി വരെ നിനവ്, കാട് വരെ പിള്ളി, കടശി വരെ ആര്. വീട് വരെ ഉറവ്, ഉറവെന്ന് പറഞ്ഞാൽ ബന്ധുമിത്രാദികളും സ്നേഹിതരും, അവർ വീട് വരെ വരും. വീതി വരെ നിനവ്, തമിഴ്നാട്ടിലെ സാഹചര്യത്തിൽ ശവശരീരം കൊണ്ടുപോകുമ്പോൾ വഴിയരികെ വരെ വന്ന് ഭാര്യ ഒരു അന്ത്യ യാത്ര നടത്തും. കാട് വരെ പിള്ളை, ചുടുകാടുകളിൽ അവസാനം തീ കൊളുത്തുവാനായിട്ട് കുഞ്ഞുങ്ങളും വരും. കടശി വരെ ആര്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൽ ആരെയും സഹായിക്കാനൊക്കാത്ത അത്തരം ഒരു നിസ്സഹായതയുടെ കാലഘട്ടത്തിലൂടെയും തങ്കച്ചാൻ കടന്നുപോയി എന്നുള്ളത് ഇവിടെ പറയേണ്ട ഒരു യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ വൈഷമ്യങ്ങളുടെ, നിസ്സഹായതയുടെയൊക്കെ ഒരു സമയത്ത് ഈ മാർച്ചിലെ അച്ഛനും ഞങ്ങളും കൂടെ വിസിറ്റ് ചെയ്യുമ്പോഴും അദ്ദേഹം പറയുന്നത്, മലയിലെ വസ്തു വിറ്റ് അതിൻ്റെ പൈസ അച്ഛന് കൊടുക്കണം. അത് ഒരു തവണയല്ല, പലതവണയും പറയുന്നത് ആ നിസ്സഹായതയുടെ, സ്വന്തം ജീവിതത്തിൻ്റെ നിസ്സഹായതയുടെ മധ്യത്തിലും സഹോദരങ്ങളോടുള്ള കരുതലാണ് അദ്ദേഹത്തെ. എന്നെ സംബന്ധിച്ചിടത്തോളം സമയം അതിക്രമിക്കുന്നു, പറയുവാൻ ഒരുപാടുണ്ട്. ധന്യമായ ആ ജീവിതത്തിൻ്റെ മുൻപിൽ കഠിനാധ്വാനത്തിലൂടെ താൻ ആഗ്രഹിച്ചതൊക്കെയും നേടിയെടുത്ത ആ ജീവിതത്തിൻ്റെ മുന്നിലൂടെ, നിശ്ചയദാർഢ്യത്തിലൂടെ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് ബാബുവിനെ പോലെ ജോലിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ദിവസം പിടിവിടാതെ അവസാനം കോളേജിൽ അയച്ച് പഠിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ മുൻപിൽ നമ്മുടെ ശിരസ്കരായി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അദ്ദേഹത്തെ ദൈവത്തിൻ്റെ മഹത്വമുള്ള സന്നിധിയിലേക്ക് വിളിച്ച് വേർതിരിക്കുവാൻ തിരുവിഷ്ടം തോന്നിയ സർവവല്ലഭനായ ദൈവത്തെ സകല നന്ദിയും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ വളരെ അദ്ദേഹത്തിൻ്റെ മക്കളായ ജോയ്സിനും ജിനിക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സഹോദരങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ധന്യമായ ജീവിതം പാഠമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അളിയന്മാരെ പ്രതിനിധീകരിച്ച് പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ഒരു പ്രതിനിധിയുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുൻപിൽ, അദ്ദേഹത്തിൻ്റെ എല്ലാ സംഭാവനകൾക്കും മുൻപിൽ ഞാൻ നമ്മുടെ ശിരസ്കനാകുന്നു. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. കാലാവസാനത്തിൽ ഓഹരി പ്രാപിപ്പാൻ അദ്ദേഹത്തോടൊപ്പം എല്ലാവരും കാണത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെയും നമ്മൾ ക്രമീകരിക്കുക. ഈ കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യമായ ഇതിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിതയാത്ര നയിക്കുവാൻ എന്നെയും നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ. ഒന്നാം ഭാഗം ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കാണുവാനുള്ളവരുണ്ട് എന്നറിയാം. ശുശ്രൂഷകൾക്ക് ശേഷം കാണുവാനുള്ളവർക്ക് അവസരം ലഭിക്കുന്നതാണ്. ഏവരും എഴുന്നേറ്റ് നിന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിക്കണം. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ
പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്രഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പനാലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസനങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആയുസ്സിനെ കുറിച്ചുള്ള ബോധത്തോടും വരുമായിരിക്കുന്ന നിത്യായുസ്സിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിക്കുന്നു. ഭാഗ്യമായ അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിന് യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ജാതികളെ നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പിൻ. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവിൻ. എന്നാൽ മനുഷ്യൻ ഒരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു. അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്നവൻ അറിയുന്നില്ല. ജീവിച്ചിരുന്ന മരണം കാണാതെ ഇരിക്കുകയും പാതാളത്തിന്റെ കയ്യിൽ നിന്ന് തന്റെ പ്രാണനെ വിടുവിക്കുകയും ചെയ്യുന്ന മനുഷ്യനാരുള്ളൂ? കർത്താവേ, അവനെ നീ അറിഞ്ഞ മനുഷ്യനും അവനെ നീ വിചാരിച്ച മനുഷ്യനും എന്തുള്ളൂ? അവൻ നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് ചെയ്തിട്ടില്ല, നമ്മുടെ അന്യായത്തിന് തക്കവണ്ണം നമ്മോട് പകരം ചെയ്തിട്ടുമില്ല. മനുഷ്യന്റെ ദിവസങ്ങൾ പോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. കർത്താവിന്റെ കൃപാതി മുതൽ എന്നേക്കും അവന്റെ ഭക്തന്മാരുടെ മേലും അവന്റെ നീതി അവരുടെ മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. വന്മയനായ ആദാമിൻ മക്കൾക്കു പുനരുത്ഥാനം വാഗ്ദാനം തൻ കൃപയാലെ ചെയ്തവനാ
മശിഹായേ കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കഴുകണമേ. നിൻ മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ എന്നേക്കോ ന്യായാധിപനാം മശിഹായേ. ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നേടുമേ. ത്രിത്വരഹസ്യമായുള്ള പിതൃഭൂതാത്മാക്കൾക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാം ഏറ്റേണം. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും ദേശവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മശിഹാതമ്പുരാനും തൻ്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. പഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകലാശ്വാസത്തിന്റെയും ദൈവവുമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് തന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യനെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ പിതാവിന്റെ സംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമതെഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയാകുന്നു എന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവനും ദൈവേകമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായ ദാസൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഈ ദാസൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ നിന്റെ ദാസന്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരമായി പ്രത്യാശിക്കാൻ നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സരിവുള്ള ദൈവമേ, ഈ ദാസന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരെയും പ്രത്യേകമായി ഈ ദാസന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും
ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളഞ്ഞ് ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ സന്തുഷ്ടരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുമുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും ഏകപുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. മരണം ആദാം മുതൽ മശീഹ വരെയും തന്റെ ഗതിയെ വിശാലമാക്കി മശീഹ അതിന്റെ അധികാരത്തെ മായിച്ച് പാപത്തിന്റെ വിഷമുള്ളതിനെ തകർത്ത് കളഞ്ഞു. കുരിശ് മൂലം ഉണ്ടായ ജയമിത എല്ലാ തലമുറകളിലും പ്രസംഗിക്കപ്പെടുന്നു. പുനരുത്ഥാനത്തിങ്കൽ പ്രാണം അവസാനിക്കുന്നു, പാപം മാഞ്ഞു പോകുന്നു, സാത്താൻ ലജ്ജിക്കുന്നു, നീതിമാന്മാർക്ക് സന്തോഷമുണ്ടാകുന്നു. മണവാളനോട് കൂടെ മണവറയിൽ പ്രവേശിക്കേണ്ടതിന് തങ്ങളുടെ ദൈവദർശകളെ തെളിയിച്ചുകൊണ്ട് മോഹത്തിന്റെ വെള്ളനിലയെങ്കിൽ ധരിക്കുകയും ചെയ്യുന്നു. പറയുന്നാൽ സഹോദരനും പ്രിയപ്പെട്ടവനുമേ, സമാധാനത്തോടെ പാർക്കാം. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. പുനരുദ്ധാന ദിവസത്തിൽ ഞാൻ ഇനിയും നിന്നെ കാണുമെന്ന് കർത്താവ് എനിക്ക് പ്രത്യാശയുണ്ട്. പശുരാജാവിന്റെ എഴുന്നള്ളത്തിനും ദിക്കിലും പ്രധാന ദിവസങ്ങളുടെ കാഹളധ്വനിയിലും കവറുകളും പാറകളും പിളരുന്നു. സകല വിശുദ്ധന്മാരും മണവാളനോടെ കൂടെ മണവറയിൽ പ്രവേശിക്കേണ്ടതിന് വിട്ടുനീക്കുകയും തങ്ങളുടെ ദിവസങ്ങളെ തെളിയിക്കുകയും ചെയ്യുന്നു. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന് തന്നിൽ വിശ്വസിക്കുന്നവരത്തിനും ഒരു നാളും മരിക്കില്ലെന്നും അറിയിച്ചിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേ ശുമശിയുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിനും ഭയഭക്തിയിലും ഈ ആയുസിനെ വിട്ടുപിരിയുന്നവരായ നിന്റെ ദാസ്യദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന് അനുഭവക്കാരായി തീരുവാൻ തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തങ്ങളെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റും. എന്റെ സഹോദരന്മാരെ, നാം ഇന്ന് എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുന്നുവെന്നും ഓർത്തുകൊള്ളുവീൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവീൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഹേ മരിച്ചവരെ, പുനർജീവൻ അടുത്തല്ലോ.
5-ാം അധ്യായത്തിൽ നിന്നും ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് ഒരിക്കൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദോഷങ്ങളെ രക്ഷിക്കണമേ. സകല ബുദ്ധിയും കവിഞ്ഞതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധമായ ത്രിയേക ദൈവത്തിന്റെ കൃപാനുഗ്രഹങ്ങളും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നു. സകല ദോഷങ്ങളും നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യരാകെ തീർക്കുകയും ചെയ്യുമാറാകട്ടെ. താങ്ക് യു. ഒന്നാം ഭാഗം ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെടുന്നു. നേതൃത്വം നൽകിയ വന്യവൈദികരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു.